നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോൺഗ്രസിനും ഇടതുപക്ഷത്തിനും തുല്യപ്രതീക്ഷയേകുന്ന മണ്ണാണ് ആലപ്പുഴ. ഇരു പാർട്ടികളുടെയും ഒട്ടനേകം നേതാക്കൾക്ക് ജന്മം നൽകിയ മണ്ണ്, ഇരുകൂട്ടർക്കും സമാനമായ വേരോട്ടമുള്ള ഇടം, രാഷ്ട്രീയവും സാഹിത്യവും സിനിമയും ഉൾപ്പെടെ കേരളം കണ്ട ഉജ്ജ്വലരായ ഒട്ടേറെ പേർക്ക് ജന്മം നൽകിയ നാട്. ആലപ്പുഴക്കാരുടെ ഭാഷയിൽ ഇത്തവണ മത്സരം ടൈറ്റാണ്. UDF LDF ഒപ്പത്തിനൊപ്പമെന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം. ശക്തമായ പ്രചരണവുമായി NDAയും രംഗത്തുണ്ട്. 2019 തെരഞ്ഞെടുപ്പിൽ 20-ൽ 19 സീറ്റും UDF നേടിയപ്പോഴും ഇടതുപക്ഷത്തിനൊപ്പം ഉറച്ചു നിന്ന മണ്ഡലമാണ് ആലപ്പുഴ. അതുകൊണ്ട് തന്നെ മണ്ഡലം പിടിക്കാൻ ഇത്തവണ UDF രംഗത്തിറക്കിയിരിക്കുന്നത് കോൺഗ്രസിൻ്റെ ദേശീയ നേതാവ് കൂടിയായ KC വേണുഗോപാലിനെയാണ്. 2 വട്ടം ആലപ്പുഴയിൽ വിജയിച്ച ചരിത്രമുണ്ട്. കണ്ണൂരുകാരനായ KCക്ക് ദേശീയ രാഷ്ട്രീയത്തിൽ BJP ജനാധിപത്യത്തെ കുഴിച്ചു മൂടുകയാണെന്നും നീതി എല്ലാവർക്കും തുല്യമായിരിക്കണമെന്നും UDF സാരഥി KC വേണുഗോപാൽ പറയുന്നു. പ്രധാനമന്ത്രി മോദിയും മുഖ്യമന്ത്രി പിണറായി വിജയനും ഒരുപോലെയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നു. മോദി പത്രസമ്മേളനം നടത്താറില്ല, പിണറായിയുടേത് ഏകപക്ഷീയമായ വാർത്താ സമ്മേളനങ്ങളാണ്. രാജ്യം വലിയ വെല്ലുവിളികൾ നേരിടുകയാണെന്ന് ചൂണ്ടിക്കാട്ടിയ വേണുഗോപാൽ ജനങ്ങളിലേക്ക് ഇറങ്ങണമെന്നും പ്രവർത്തകരെ ആഹ്വാനം ചെയ്തു. വലിയ ആത്മവിശ്വാസത്തിലാണ് LDF സ്ഥാനാർത്ഥി ആരിഫ്. സാക്ഷാൽ KR ഗൗരിയമ്മയെ അട്ടിമറിച്ച് തുടങ്ങിയതാണ് ആരിഫിൻ്റെ സജീവ രാഷ്ട്രീയ പ്രവർത്തനം. കനൽ ഒരു തരി മതി എന്ന് ഇടതുപക്ഷ സമൂഹ മാധ്യമങ്ങളിൽ വിശേഷിപ്പിക്കുന്നതും ആരിഫിനെ തന്നെ. രാജ്യത്തെ ജനാധിപത്യത്തെ സംവിധാനം ഭീഷണി നേരിടുന്നുവെന്നും താൻ മണ്ഡലത്തിൽ കൊണ്ടുവന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും ചൂണ്ടിക്കാണിച്ച് പ്രസംഗം. ഒപ്പം KC വേണുഗോപാൽ രാജസ്ഥാനിൽ നിന്നുള്ള MP ആണെന്നും ആലപ്പുഴയിൽ വിജയിച്ചാൽ രാജസ്ഥാനിൽ ഒരു BJP അംഗം കൂടി രാജ്യസഭയിൽ എത്തുമെന്നും പ്രസംഗത്തിൽ വിമർശനം. NDAയും ഇത്തവണ ശക്തമായ പോരാട്ടത്തിനാണ് ആലപ്പുഴയിൽ കോപ്പുകൂട്ടുന്നത്. സംസ്ഥാനമൊട്ടാകെ അറിയപ്പെടുന്ന BJP നേതാവ് ശോഭാ സുരേന്ദ്രനാണ് ഇത്തവണ KCക്കും ആരിഫിനുമെതിരെ NDA രംഗത്തിറക്കിയിരിക്കുന്നത്. മോദിക്കെതിരെ വർഗീയവാദികളെയും അഴിമതിക്കാരെയും കൂട്ടുപിടിച്ച KC വേണുഗോപാൽ മത്സരിക്കുന്നു എന്നാണ് ശോഭയുടെ വിമർശനം. മോദിയെ എതിർക്കുന്ന ആൾ വേണോ, മോദിക്കൊപ്പം ഇരിക്കാൻ പറ്റുന്ന ആൾ വേണോ ലോക്സഭയിലെന്ന് ജനം ചിന്തിക്കും. ആലപ്പുഴയിൽ വന്ന വികസന പ്രവർത്തനങ്ങൾ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായതാണെന്നും ശോഭയുടെ അവകാശവാദം.